ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. വാട്ട് ക്രിയേറ്റ്സ് യുവർ റിയാലിറ്റി? നിങ്ങളുടെ യാഥാർത്ഥ്യങ്ങളെ എന്താണ് സൃഷ്ടിക്കുന്നത്? യാഥാർത്ഥ്യം എന്നൊരു കാര്യം സൃഷ്ടിക്കപ്പെടണമല്ലോ, അല്ലെ? ഇപ്പോൾ താമസിക്കുന്ന വീട് അതൊരിക്കലും അവിടെ ഇല്ലായിരുന്നു, അത് സൃഷ്ടിക്കപ്പെട്ടു. കല്ലും മണലും സിമന്റും കമ്പിയും വെള്ളവും ഒക്കെ കൂടി ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. നമുക്കിപ്പോഴുള്ള വിദ്യാഭ്യാസമോ ജോലിയോ ഒരിക്കലില്ലായിരുന്നു, അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്താണ് താങ്കളുടെ യാഥാർത്ഥ്യത്തെ? ആ യാഥാർത്ഥ്യം നമുക്ക് ഇഷ്ടമുള്ളതാകാം, ഇഷ്ടപ്പെടാത്തതുമാകാം, എന്തുമാകാം. വാട്ട് ക്രിയേറ്റ്സ് യുവർ റിയാലിറ്റി? The way you talk to yourself creates your reality. എല്ലാവർക്കും ബാധകമാകുന്ന ഒരു ഉത്തരം ഇത് തന്നെയാണ്. നിങ്ങൾ നിങ്ങളോട് എങ്ങനെ സംസാരിക്കുന്നുവോ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ, റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നതാണ്, മറ്റുള്ളവരോടോ നാട്ടുകാരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ്. അപ്പൊ ചിലർക്ക് എങ്കിലും ചോദ്യം വന്നേക്കാം, സ്വയം സംസാരിക്കുകയോ ഞാൻ അങ്ങനെ ചെയ്യാറില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ട് എങ്കിൽ ആ ധാരണ തിരുത്തണം. നമ്മളെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും സംസാരിച്ചു, ഏതാനും സെക്കൻഡുകൾക്ക് മുൻപും സംസാരിച്ചു. സോ ഹൗ ഡു യു ടോക്ക് ടു യുവർ സെൽഫ്? ദിസ് ഇസ് കോൾഡ് സെൽഫ് ടോക്ക്, ദ പവർ ഓഫ് സെൽഫ് ടോക്ക്. സ്വയം സംസാരിക്കുന്നതിൻ്റെ ഒരു അപാരമായ ശക്തിയുണ്ട്. ശക്തി എന്ന് പറഞ്ഞാൽ അത് ബിൽഡിംഗ്, കൺസ്ട്രക്റ്റീവുമാകാം, ഡിസ്ട്രക്റ്റീവുമാകാം. ഒരു കൊടുങ്കാറ്റ് അപാരമായ ശക്തിയാണ്. ആ കൊടുങ്കാറ്റ് നശിപ്പിച്ചു കളയും, അത് ശക്തി തന്നെയാണ്. ഇടിമിന്നൽ അത് ശക്തി തന്നെയാണ്. ചിലപ്പോൾ നശിപ്പിക്കാം, അപാരമായ ഊർജം സൃഷ്ടിക്കുകയും ചെയ്യാം. അപ്പോൾ സെൽഫ് ടോക്ക് അങ്ങനെ തന്നെയാണ്, നശിപ്പിക്കുന്നതുമാകാം, വളർത്തുന്നതുമാകാം. സോ ഏതാനും സെക്കൻഡുകൾ ചിത്രത്തിലേക്ക് നോക്കിയിരിക്കുക. ഇത് ഓരോ ആളുടെയും ചിത്രമാണ്. ടോക്കിംഗ് ടു വൺ സെൽഫ്. നമ്മളെല്ലാവരും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, അത് പവർഫുള്ളുമാണ്. പവർഫുൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ നല്ലതിനു വേണ്ടി അത് നമ്മളെ സഹായിക്കുന്നു, അല്ല എങ്കിൽ നേരെ ഓപ്പോസിറ്റ്. മൈൻഡ് പ്ലസിന്റെ പേർപ്പസ് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ, ക്രിയാത്മകമായ, ഗുണകരമായ ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ സെൽഫ് ടോക്ക്, ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ്, യുവർ ഇന്നർ വോയിസ് ആണ്. ഒരു ഉള്ളിൽ നിന്നൊരു ശബ്ദം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും. നമുക്ക് ഒന്ന് ശാന്തമായിരുന്ന് ലിസൺ ചെയ്താൽ മാത്രം മതി, ഒന്ന് അവയർനെസ് എത്തിയാൽ മാത്രം മതി. നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് ഡിസ്ട്രക്റ്റീവ്. ദ നെഗറ്റീവ് സെൽഫ് ടോക്ക്, എനിക്ക് ഇന്നോ നാളെയോ ചില കാര്യങ്ങളിൽ പങ്കെടുക്കേണ്ടതുണ്ട്, ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒരു പരീക്ഷയുണ്ട്, ഒരു ബിസിനസ് ഡിസ്കഷൻ ഉണ്ട്, എന്തുമാകട്ടെ. അപ്പോൾ അതേപറ്റി ആലോചിക്കുമ്പോഴേ ഐ കാൺട്ട്, ക്യാൻ ഐ, am I good, I cannot. സി, പറ്റുമോ എന്ന് ചോദ്യം ഞാൻ തന്നെ ചോദിക്കുന്നു, പറ്റില്ല എന്ന് മറുപടി ഞാൻ തന്നെ പറയുക. വിജയിക്കുമോ എന്ന് ഞാൻ തന്നെ ചോദിക്കുന്നു, സാധ്യതയുണ്ടോ എന്ന് ഞാൻ മറുചോദ്യം എന്നോട് തന്നെ ചോദിക്കുക. am I enough, എനിക്ക് അതിനൊക്കെയുള്ള വകുപ്പുണ്ടോ എന്ന് ചോദിക്കുകയും ഉണ്ടോ എന്ന് ഞാൻ മറുചോദ്യം ചോദിക്കുകയും. അപ്പോൾ നിരന്തരം ഞാൻ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്ക് ഞാൻ എനിക്ക് കൊടുക്കുന്ന മറുപടികളും എന്താണ് എന്ന് നമ്മൾ ഓരോ ആളും പരിശോധിക്കുക. തീർച്ചയായിട്ടും മൈൻഡ് പ്ലസിൽ ഏതാനും ആഴ്ചകളും മാസങ്ങളും ഒക്കെ കഴിയുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം ഈ ചോദിക്കുന്ന ചോദ്യങ്ങളിലും മാറ്റം വരുന്നു, ആ ചോദ്യങ്ങൾക്ക് ഞാൻ എനിക്ക് കൊടുക്കുന്ന ഉത്തരങ്ങളിലും മാറ്റം വരികയാണ്. മൈൻഡ് പ്ലസിൽ വരുന്ന പലരും അത്ഭുതകരമായ മാറ്റങ്ങളെപ്പറ്റി വിറ്റ്നസ് പറയാറുണ്ട്, ഇവിടെ പറയാറുണ്ട്, സെറൻഡിപിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പൊ കേട്ടു നിൽക്കുന്ന കുറെ പേർക്കെങ്കിലും തോന്നും, എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തേ എനിക്ക് സംഭവിക്കാത്തത്? അത് ഒന്ന് ഡെഫിനറ്റ് ആയിട്ടും ഈ സെൽഫ് ടോക്കിൽ വരുന്ന മാറ്റമാണ്. സെൽഫ് ടോക്കിൽ മാറ്റം വരുത്തിയാൽ തീർച്ചയായിട്ടും വേറെ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. മനസ്സിൽ ചില ന്യൂറൽ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തണം. ധാരാളം ആളുകളുണ്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, NLP പഠിച്ച്
NLPയിൽ കൂടി നെഗറ്റീവ് റിമൂവ് ചെയ്ത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് ഇത്രയും നാളും അനുഭവിക്കാത്ത വിജയങ്ങൾ നേടുന്നവരുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ നടത്തിയിട്ടുള്ളവരുണ്ട്. അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് WLB, ജേണി വിതിൻ നിരന്തരം പങ്കെടുക്കുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ രീതികളിൽ കൂടി ഗുണകരമായ രീതിയിൽ നമ്മുടെ സെൽഫ് ടോക്കിനെ മാറ്റണം, നമ്മുടെ ആക്ഷനെയും മാറ്റണം. നെഗറ്റീവ് സെൽഫ് ടോക്ക് മേക്ക് യു ഫീൽ യു ആർ ഗോയിങ് ടു ഫെയിൽ ബിഫോർ യു സ്റ്റാർട്ട്. ഇതാണ് ഇതിന്റെ അപകടം. യാത്ര തുടങ്ങുന്നതിന് മുൻപേ തന്നെ യാത്ര തീർക്കാൻ പറ്റില്ല, പകുതി വഴിക്ക് നിന്നുപോകും എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, എങ്കിൽ പിന്നെ എന്തിന് യാത്ര തുടങ്ങണം? യാത്ര തുടങ്ങി ഒരു വലിയ കയറ്റം കാണുമ്പോഴേ തന്നെ ഓ കയറ്റമുണ്ടല്ലേ, എന്തിനു വെറുതെ പകുതി കയറ്റം കയറി പുറകോട്ടേക്ക് പോരണം, അതിനേക്കാൾ എന്നത് കയറ്റം കയറാതെ യാത്ര പാതി വഴിയിൽ നിർത്തിവെക്കുകയാണ്. ചിലര് യാത്ര തുടങ്ങില്ല, ചിലര് കയറ്റങ്ങൾ കാണുമ്പോൾ യാത്ര നിർത്തിവെക്കും. മൈൻഡ് പ്ലസ് മാറ്റങ്ങൾ വരുത്തണം. കാരണം ഇറ്റ് അഫക്ട്സ് യുവർ മെന്റൽ ഹെൽത്ത് ആൻഡ് യുവർ റിലേഷൻഷിപ്സ്. നെഗറ്റീവ് സെൽഫ് ടോക്കുള്ള വ്യക്തികളെ പരിശോധിച്ചാൽ അറിയാം, അവരുടെ മനസ്സിന്റെ ആരോഗ്യത്തെയും അത് ബാധിക്കും, അവരുടെ ബന്ധങ്ങളെയും ബാധിക്കും. സ്ഥിരം നെഗറ്റീവ് സെൽഫ് ടോക്കുള്ള വ്യക്തികളോട് ഇടപെടുവാൻ പൊതുവെ നമുക്കാർക്കും ഇഷ്ടമല്ല. കാരണം അവരുടെ രീതികളും ബോഡി ലാംഗ്വേജും ഇടപെടലുകളും നടപടികളും ഒക്കെ ഒരുതരം നെഗറ്റീവാ. ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് കൂടെയുള്ളവരെയും കൂടി അഫക്റ്റ് ചെയ്യും. അപ്പോൾ മാറണം, മാറ്റണം. എവിടേക്ക് മാറണം? പോസിറ്റീവ് സെൽഫ് ടോക്ക്. ഈ വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് ഒന്ന് പരിശോധിച്ചേ. ഐ ക്യാൻ ഡു ദിസ്, പറ്റും എനിക്കിത്, അതെന്തുമാകട്ടെ. അപ്പോൾ നമുക്കും നെഗറ്റീവ് സെൽഫ് ടോക്കിൽ നിന്ന് മാറണം. ചേഞ്ച് ദ വേ യു ടോക്ക് ടു യുവർ സെൽഫ്. ഇനി മുതൽ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ തന്നെ ഒരു മെഡിറ്റേറ്റീവ് ആയിട്ട് കേൾക്കുകയും എടുക്കേണ്ട നടപടികൾ എന്നിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ എടുത്തു തുടങ്ങുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് മാറണം, നമ്മുടെ സെൽഫ് ടോക്ക് ടോട്ടലായിട്ട് മാറ്റണം. ധാരാളം നമ്മൾ ഇപ്പോൾ 383 പേര് ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഇത് കുറെ അധികം ആളുകൾ പോസിറ്റീവ് സെൽഫ് ടോക്കിലേക്ക് മാറിയവരും കുറെ മാറിയവരും ഒക്കെ ഉണ്ട്. അവർ കണ്ടിന്യൂ ചെയ്യണം, അവർ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം. ഇനി അങ്ങനെ മാറാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം? ഈ സമയം മുതൽ പഠിച്ചെടുക്കണം. സ്റ്റെപ്പ് നമ്പർ 1, ചലഞ്ച് ഇറ്റ്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരികയും അതേപറ്റി ആലോചിക്കുമ്പോൾ നെഗറ്റീവ് സെൽഫ് ടോക്ക് നിങ്ങൾ പ്രിവെന്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ധാരണയെ, ചിന്തയെ ചലഞ്ച് ചെയ്യണം. ഈ ചിത്രത്തിൽ കാണുന്ന കുട്ടിക്ക് ഈ ബോൾ ബാസ്ക്കറ്റിൽ ഇടണം. പക്ഷേ ആലോചിക്കുമ്പോഴേ തോന്നുന്നു, അയ്യോ ഐ കാനോട്ട് ഡു ദാറ്റ്, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എത്രയോ ഉയരത്തിലാണ് ബാസ്ക്കറ്റ് ഉള്ളത്. ഞാൻ ആദ്യമായിട്ട് ബാസ്ക്കറ്റ് ബോൾ പിടിക്കുക, ഞാൻ ചെറുതാ, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഏത് കാര്യമാണോ ചെയ്യേണ്ടത് അതിനെ ചലഞ്ച് ചെയ്യണം. ആര് പറഞ്ഞു പറ്റില്ല, ആര് പറഞ്ഞു പറ്റില്ല, ചലഞ്ച് ഇറ്റ്. നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു പറ്റില്ല, ആര് പറഞ്ഞു പറ്റില്ല, ചലഞ്ച് ഇറ്റ്. അത് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാകട്ടെ, ഒരു ജോലിയുടെ ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയി വിജയിക്കുന്നതാകട്ടെ, ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതാകട്ടെ, ഒരു യാത്രയ്ക്ക് തനിച്ചു പോകുന്നതാകട്ടെ, എന്തുമാകട്ടെ. ഹൂ സെഡ് ഐ കനോട്ട് ഡു ഇറ്റ്? ഞാൻ പ്രൂവ് ചെയ്യും ഐ ക്യാൻ ഡു ഇറ്റ്. 2, റിയലൈസ് ഇറ്റ്സ് എൻ എക്സാജറേഷൻ. പലപ്പോഴും നമുക്കൊക്കെ പ്രശ്നമാകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളെ നമ്മുടെ മനസ്സ് ഊതി വീർപ്പിച്ച് വലുതാക്കും. ഒരു കുഞ്ഞു മത്സ്യത്തെ എക്സാജറേറ്റ് ചെയ്താൽ തിമിംഗലത്തിന്റെ വലുപ്പമുള്ളതാക്കി മാറ്റുവാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മളുടെ ചിന്തകളിലെയും സംസാരത്തിലെയും ഒരു രീതി പരിശോധിക്കണം. ഒരു കുഞ്ഞു ഉറുമ്പ് വരുമ്പോൾ ചില ആളുകൾ അയ്യോ ഏതാണ്ട് വലിയ ജീവി, ഒരു കാട്ടാന വീട്ടിൽ കയറി മാറി സംസാരിക്കുന്നവരെ കാണാറില്ലേ? ചെറിയ കാര്യങ്ങളെ നമ്മൾ എക്സാജറേറ്റ് ചെയ്യാറുണ്ടോ എന്ന് പരിശോധിക്കണം. ഇപ്പൊ നിങ്ങളോടൊരു ഒരു മുൻപോട്ട് കയറി വന്ന് ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ തന്നെ അയ്യോ എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. നിങ്ങളോട് ആരും പ്രസംഗിക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ആകെ പറഞ്ഞൊരു അഭിപ്രായം പറയാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ചെറിയ കാര്യങ്ങളെ അതിഭീകരമായ വലിപ്പമുള്ളതാക്കി മാറ്റി അതിനെ നെഗറ്റീവ് ആക്കരുത്. പിള്ളേരുണ്ട്, ഒരു
ക്ലാസ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴേ തന്നെ എന്തോ യൂണിവേഴ്സിറ്റി എക്സാമിനെ പോലെ ആക്കി മാറ്റുന്നവരുണ്ട്. അപ്പോൾ ഇനി മുതൽ എക്സാജുറേഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കണം. വലുതിനെ ചെറുതാക്കാൻ പറ്റണം നമുക്ക്. മൂന്നാമത്തത്, നെഗറ്റീവ് സെൽഫ് ടോക്കിനെ റീപ്ലേസ് ചെയ്യണം. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന ആ ധാരണകളെ, ചിന്തകളെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. ആര്? ഞാൻ തന്നെ. അപ്പോൾ ഞാൻ തന്നെ നെഗറ്റീവായിരിക്കുന്ന എൻ്റെ ചിന്തകളെ, ധാരണകളെ, വിശ്വാസങ്ങളെ ഞാൻ തന്നെ റീപ്ലേസ് ചെയ്യണം പോസിറ്റീവ്. എംബ്രേസ് പോസിറ്റീവ്സ് നൗ. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നെഗറ്റീവായിരിക്കുന്ന ഞാൻ പോസിറ്റീവായിരിക്കുന്ന ആളെ എംബ്രേസ് ചെയ്യുമ്പോൾ ഞാൻ പോസിറ്റീവായിട്ട് മാറുകയാണ്. മോർണിംഗ് റീച്വൽ ഓർ മിറർ ടെക്നിക്. മോർണിംഗ് റീച്വൽ മിറർ ടെക്നിക് എന്ന് പറഞ്ഞാൽ രാവിലെ ഉണർന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇന്ന് രാവിലെ നമ്മൾ പലരും ഭൂരിഭാഗം ആളുകൾ രാവിലെ ഉണർന്നവരാ. ഏതാനും ആളുകൾ മാത്രമേ ഉള്ളൂ സന്ധ്യയ്ക്ക് ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. ഉണർന്ന് ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? കണ്ണാടിയിൽ നോക്കുന്നത് പോലെ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ കണ്ണാടി നോക്കിക്കോളൂ, അതുപോലും നല്ലതാണ്. എന്നിട്ട് ഈ കാണുന്ന സ്റ്റേറ്റ്മെന്റുകൾ കണ്ണാടിയിൽ നോക്കി പറയണം. ഐ എം ലവ്ഡ്, ഐ എം ബ്രേവ്, ഐ എം സ്ട്രോങ്, ഐ എം കൈൻഡ്, ഐ എം ലവ്ഡ്, ഐ എം ബ്യൂട്ടിഫുൾ, ഐ ക്യാൻ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റുകൾ കണ്ണാടിയിൽ കാണുന്ന ആ വ്യക്തി ഇങ്ങനെ നോക്കി പറയണം. മിറർ ടെക്നിക്. കണ്ണാടി നോക്കുന്നു, നിങ്ങൾ നിങ്ങളോട് പറയുക, ഈ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. എ ബ്യൂട്ടിഫുൾ ടെക്നിക്, സിമ്പിൾ ടെക്നിക്. അങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നു, കണ്ണാടിയിൽ നോക്കുന്ന ആളോട് പറയുക, കണ്ണാടിയിൽ കാണുന്ന ആളോട് പറയുക, ആ യെസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ് ഇതാണ്. ഞാൻ ഏതാനും സെക്കൻഡുകളിൽ കണ്ണുകൾ ക്ലോസ് ചെയ്യാൻ പറയുമ്പോൾ, ഇപ്പൊ വേണ്ട, ഇത് കേട്ടിട്ട് മതി. റിലാക്സേഷനിൽ കൂടി കടന്നു പോകുമ്പോൾ ഞാൻ പറയും യു ആർ സ്മാർട്ട് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അതിന് സ്വയം പറയണം യെസ് ഐ ആം സ്മാർട്ട്. ഞാൻ പറയും യു ചേർത്ത്, നിങ്ങൾ അതിനെ ഐ ആക്കി മാറ്റണം. അത് ഐ ആക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? കൈകൊണ്ട് ചെസ്റ്റിലേക്ക് ശക്തമായി പ്രസ് ചെയ്യണം. യെസ് ഐ ആം സ്മാർട്ട്. ബോഡിക്ക് ഫീൽ ചെയ്യണം, നെർവുകൾക്ക് ഫീല് ചെയ്യണം. യെസ് ഐ ആം സ്മാർട്ട് എന്ന് ബോഡിക്ക് ഫീല് ചെയ്തുകൊണ്ട് വേണം പറയാനായിട്ട്. അപ്പം ഈ രീതിയിൽ, ഓക്കെ, യെസ് ഐ ആം സ്മാർട്ട്. രണ്ടാമത്തത്, യു ആർ ഇന്റലിജന്റ്. നിങ്ങൾ നിങ്ങളോട് പറയണം യെസ് ഐ ആം ഇന്റലിജന്റ്, യെസ് ഐ ആം ഇന്റലിജന്റ്. ടച്ച് ചെയ്യണം, നെർവുകളിൽ ആ ഫീലിംഗ് ഇങ്ങനെ ഫീല് ചെയ്യണം. അങ്ങനെ ഞാൻ ഓരോന്നും യു ചേർത്ത് പറയും, നിങ്ങൾ അതിനെ ഐ ആക്കി മാറ്റി അത് മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. അടുത്തത് കേൾക്കുന്നത് വരെ മന്ത്രിച്ചുകൊണ്ടിരിക്കണം. യെസ് ഐ എം കേപ്പബിൾ, യെസ് ഐ എം കേപ്പബിൾ, യെസ് ഐ എം കേപ്പബിൾ. അപ്പോൾ ഞാൻ അടുത്തത് പറയും. അങ്ങനെ ഈ മെഡിറ്റേഷൻ തീരുമ്പോഴേക്കും നമ്മുടെ മൈൻഡ് നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്യാം.